എടുക്കണ്ട, മാറ്റാം. ധൈര്യമുള്ളവര് മാത്രം ഈ വീഡിയോ മുന്നോട്ട് കാണും. ഒരു ഒളിയും അറിയില്ല. എന്താണോ ഇതിലുള്ളത് അത് ഞാൻ ഫുള്ളും കാണിക്കും. നമ്മളിതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. എടാ, ഇത് കാണിച്ച പ്രശ്നമുണ്ടോ? കാണിക്കണം, ആൾക്കാർ തെറ്റിദ്ധരിക്കും. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്നാ ആദ്യമായിട്ട് തുടങ്ങിയല്ലോ അല്ലേ? ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കഴിഞ്ഞല്ല പറഞ്ഞത്. എനിക്ക് ഇന്നൊരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. ഇനോഗ്രേഷൻ കഴിഞ്ഞു. അപ്പൊ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് കുറച്ച് പട്ടിഷോ നിങ്ങൾക്ക് മുന്നിൽ ഇറക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കുറെ നാളായി നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഐ തോട്ട് ഏറ്റവും ആദ്യം നമ്മള് എന്റെ ബാഗിന്റെ അടുത്ത ഷോയും കൂടെ കാണിച്ചിട്ട് വാട്ട് ഇസ് ഇൻ മൈ എന്റെ അമ്മോ ഡമ്പല് വേണ്ട, ഇത് മാത്രം മതി. വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ആണെന്ന് ഞാൻ കാണിക്കാൻ പോണേ കേട്ടോ. അപ്പൊ എന്നാ എന്റെ അധോലോകം എന്താണ് എന്നുള്ളത്, എന്റെ ബാഗിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഞാനിന്ന് കാണിച്ചുതരാം. ഓക്കെ, ഡിസ്ക്ലൈമർ ഒന്നും എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് ഞെട്ടരുത് എന്ന് മാത്രം പറഞ്ഞിട്ട് കമോൺ, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സർട്ടിഫിക്കേഷൻ മാറി പോവെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് അറിഞ്ഞൂടെ, എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു ഒളിയും അറിയില്ല. എന്താണോ ഇതിലുള്ളത് അത് ഞാൻ ഫുള്ളും കാണിക്കും. ഇനി കാണിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടാ ഞാൻ നിനക്ക് കണ്ണിറക്കി കാണിക്കും, നീ അപ്പൊ ഒന്ന് പോസ് ചെയ്യണേ. ബാക്കി എഡിറ്ററിന്റെ ബ്രില്യൻസ് അതെങ്ങനെ ഒളിപ്പിക്കാൻ നമുക്ക് നോക്കാം. നമ്മളിതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇതിന്റെ ഉള്ളിൽ നിന്ന് അച്ഛനും അമ്മയും അല്ലാത്ത എന്തും ചാടി വരാം. ചിലപ്പോ പല്ലിയാവാം, പാറ്റിയാവാം, പഴുതാരയാവാം. ഇയേഴ്സ് ഓഫ് അസറ്റ്സ് ആണ് എന്റെ കയ്യിലുള്ളത്. തുറന്നാലോ, സിപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്റെ എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്നാ ആദ്യമായിട്ട് തുടങ്ങിയല്ലോ അല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചൊക്കെ വെപ്പുണ്ട് എന്ന് വെച്ചിട്ട് പല്ലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്റെ നഖം വെപ്പാണ് ഗൈസ്. ഒന്നിങ്ങനെ ഫോക്കസ് ചെയ്യും സ്ക്രീനിൽ, അപ്പൊ കറക്റ്റ് നെയിൽ കാണാൻ പറ്റും. കണ്ടോ? ക്യാമറ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അതുകൊണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇത് ഉപയോഗിക്കും. ഇതാണ് ഗ്ലൗസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൗ ഇട്ടിട്ട്, മീൻസ് ഇങ്ങനത്തെ ഗ്ലൗ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. ഇതിട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണും ഫോർക്കും വെച്ചിട്ട് കഴിച്ചുകൂടെ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഗോഷ്ടിയുടെ ആവശ്യം എന്തിനാന്ന് ചോദിക്കാം. പക്ഷെ ലുക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ സ്പൂണും ഫോർക്കും വെച്ച് നമ്മൾ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രസവും ഉണ്ടാവില്ല. ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റില്ല. കൈ കൊണ്ട് കഴിച്ചാൽ മാത്രമാണ് ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. സോ ഗ്ലൗസ് ഇപ്പൊ എന്റെ കയ്യിൽ ഞാനൊരു പാക്കറ്റോടുകൂടി വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത ഐറ്റം എന്താന്നുള്ളത് കാണിച്ചു തരാം. ഇത് ലൈക്ക് ഈ അടുത്ത് ഞാൻ ദുബായിൽ ഫ്ലൈ ചെയ്തപ്പോ ഉണ്ടായിരുന്ന ബോർഡിംഗ് പാസ് ആണ്. അതൊക്കെ അത്രയൊക്കെ, ഇതിന് ആവശ്യമില്ല. പിന്നെ സാധാരണ എല്ലാവരും ബാഗിന്റെ ഉള്ളിൽ നിന്ന് എടുക്കും, ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തു. എന്റെ ഫോൺ അത് എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അടുത്ത സാധനം എന്ന് പറയുന്നത് ഇതൊക്കെ പുറത്തേക്ക് എടുക്കണോ? ഇതൊന്നും ബ്രാൻഡ് നല്ല അവസ്ഥ. അയ്യോ, സാധനങ്ങളൊക്കെ ഇതിന്ന് പോയി ഗൈസ്. എനിക്കെപ്പോഴും ഗുഡ് നൈറ്റ് ആവണമെന്നാണ് ആഗ്രഹം, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഉറക്കം ഉണ്ടാവാറില്ല. അതായത് നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്യില്ലേ, പല പല സ്ഥലങ്ങളിലായിരിക്കും. എവിടെയും കൊതുക് ഉണ്ട് എന്നല്ല കേട്ടോ, എന്നാലും ഞാൻ ഭയങ്കര അലർജിക്കാണ്. എനിക്ക് പെട്ടെന്ന് ഈ കൊതുക് എന്തെങ്കിലും ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വീർത്തിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. സോ എന്റെ ജീവിതത്തിനോടൊപ്പം, എന്റെ യാത്രകളോടൊപ്പം ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നു. ഗുഡ് നൈറ്റ്. എന്നെ പൊങ്കാലിടല്ലോ കേട്ടോ. ഇത് നമ്മളിപ്പോ എവിടെ പോയാലും ഇപ്പൊ നമുക്ക് റിലാക്സ് ചെയ്ത സിനിമ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് വെച്ചു കൊടുക്കുക. പക്ഷെ ഇതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഇന്നലെ ഇത് എന്റെ വീട്ടിൽ ആരോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. നോക്കിത് മക്കളെ, കണ്ടാ ഇങ്ങനെ നോക്ക് മക്കളെ, നോക്കിങ്ങോട്ട് എന്ന് പറയണ പോലെ ഇത് പാപ്പു പൂപ്പി ആരും എടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ലൈക്ക് ഫോൺ സ്റ്റാൻഡ് ആണ്, അങ്ങനെ ഒരു സംഗതി. പിന്നെ ഇതൊക്കെ എന്റെ വാഷ്റൂം ബാത്റൂം സീക്രട്സാ. ഇതെന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ ക്യാമറയില്? ഇത് ആക്ച്വലി ലൈക്ക് ഇന്നലെ തീർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാനിത് വീണ്ടും രണ്ടാമത് റീപ്ലേസ് ചെയ്തതാ. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. മനസ്സിലായോ? കല്ലുപ്പ്. അതായത്
ഈ ഷൂട്ട് സ്കെഡ്യൂൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ രാവിലെ പോയിട്ട് വെളുപ്പിന് പോയിട്ട് രാത്രിയൊക്കെ ആവും നമ്മൾ വരുമ്പോൾ. അപ്പൊ എപ്പോഴും എൻ്റെ കയ്യിൽ ഞാനിത് ക്യാരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് നെഗറ്റീവ് എനർജീസ്, അതുപോലെ തന്നെ സ്ട്രെസ്, അതുപോലെ ബോഡി പെയിൻ മാറാൻ കല്ലുപ്പിട്ട് കുളിക്കുക ചൂടുവെള്ളത്തിൽ എന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. പക്ഷെ അത് മാത്രമല്ല, നെഗറ്റീവ് എനർജീസും ഇപ്പൊ ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കല്ലുപ്പിട്ട് കുളിച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അത് മാത്രമല്ല, എന്തോ ഒരു ചൈനീസ് ഇതിന്റെ വേറൊരു വേർഷനും കൂടെ എന്തൊക്കെയോ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ എപ്പോഴും ലൈക്ക് ട്രഡീഷണൽ രീതി തന്നെ കല്ലുപ്പ് എപ്പോഴും ഞാൻ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, എത്രയാണെങ്കിലും ഞാൻ അനുമോൾ അനുക്കുട്ടിയുടെ ചേച്ചിയല്ലേ, അത് കാരണം ഇത് പക്ഷെ എന്റെ പ്ലാൻജിയും അതൊന്നും അല്ല. ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, പേര് ചോദിക്കരുത്, പേര് ഞാൻ പറയില്ല, വളരെ വേണ്ടപ്പെട്ട ഒരാള് എന്താ പറയാ, ഇത് മിസ് ചെയ്യരുത്, ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ടു നടക്കണം എന്നും പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുള്ളൊരു സംഗതിയാണ്. പേര് ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ ഓരോ സാധനങ്ങളായി പുറത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ അമ്മ എന്നും പറയുന്ന ഒരു കാര്യമാണ്, ചിന്നു ഈ ബാഗ് നിനക്കൊന്ന് നീറ്റാക്കി കൂടെ, നിന്റെ അച്ഛനും അമ്മയും അല്ലാത്തതെല്ലാം ഇതിന്റെ ഉള്ളിലുണ്ടെന്ന്. പക്ഷെ ഞാൻ പറയും, എനിക്ക് ഏതൊരു ഫ്ലഡ് വന്നാലോ എന്ത് സിറ്റുവേഷൻ വന്നാലോ ഈ ഒരു ബാഗ് ഉണ്ടെങ്കിൽ 1 മാസം എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നു. കാരണം ഇതിലെല്ലാം ഉണ്ട്. ഇനി അടുത്തത്, ഇത് എത്ര ആൾക്കാർക്ക് അറിയും എന്നുള്ളത് അറിയില്ല, ചിലപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് അറിയുണ്ടാവും. എനിക്ക് ഈ OCD ഒക്കെ അത്യാവശ്യം നല്ല പ്രശ്നമുണ്ട്. ഇത് ലൈക്ക് സേഫ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഈ ടോയ്ലറ്റ് സീറ്റ് സ്റ്റിക്കർ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പല വാഷ്റൂംസിലും പോകും, പലരും യൂസ് ചെയ്തതായിരിക്കും, നമുക്ക് ചിലപ്പോൾ മനസ്സിൽ പിടിക്കില്ല, ഇഷ്ടാവില്ല. ബട്ട് ചില സിറ്റുവേഷൻസിൽ എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ടോയ്ലറ്റ് സീറ്റിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. അതല്ലെങ്കിൽ സ്റ്റിക്കറായിട്ടും കിട്ടും. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്പ്രേ ആണ് കേട്ടോ. അപ്പൊ സ്പോട്ടിൽ ലൈക്ക് ഡിസിൻഫെക്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാമല്ലോ. അതായത് ജസ്റ്റ് ബിഫോർ സിറ്റിംഗ് എന്നിട്ട് കാര്യം സാധിക്കുക, ഇറങ്ങുക, ഒരു സംതൃപ്തി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു സേഫ് സംഗതിയാണ്, ഒരു ടോയ്ലറ്റ് സീറ്റ് സാനിറ്ററി സ്പ്രേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഒക്കെ തരാം, ബ്രാൻഡ് പ്രൊമോഷൻ അല്ലേ. പിന്നെ അടുത്തത് ലൈക്ക് എന്റെ പേഴ്സ്. ഇത് കുറെ നാളുകളായിട്ട് എന്റെ കയ്യിലുള്ളതാണ്, ഞാനിത് മാറ്റാറില്ല. എത്ര മണീസ് ഉണ്ട് എന്ന് ചോദിക്കരുത്, കാരണം വെറും ഷോ കുറച്ച് മാത്രം. ഞാൻ അമ്മേ കുറച്ച് കാശ് വരുമോ എന്ന് ചോദിക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് വായി നോക്കുക എന്ന് പറയുന്ന പോലെ നല്ല ചെക്കന്മാരെ കണ്ട കണ്ണ് നോക്കുക എന്നുള്ളൊരു അസുഖം. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് അവരെ നോക്കുക എന്നുള്ള സംഗതി ഉള്ളതുകൊണ്ട് എപ്പോഴും എന്റെ കണ്ണിൽ എന്താ പറയാ ഐ ഡ്രോപ്പ് ഒഴിക്കണം ഗൈസ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഡെയിലി 3 നേരം 1 ഉള്ളി വെച്ചിട്ട് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ഇൻഫെക്ഷൻ അധികം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വരുമല്ലോ. ഒരു ഐ ഡ്രോപ്പ് എന്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇത് ഞാൻ പറഞ്ഞു തരണോ? ചില ആളുകൾ നമ്മുടെ മുന്നിൽ വന്നുപെട്ടാൽ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ ടാക്കിൾ ചെയ്യാൻ തലതിരിച്ചു പോയോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് ഇംപവർ ഡിഫൻസ് സ്പ്രേ, നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെപ്പർ സ്പ്രേ ആണിത്. അങ്ങനെ പിന്നെന്താ, നമ്മൾ പല കൈൻഡ് ഓഫ് ഇതിന്റെയൊക്കെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഗതി എന്ന്. നമ്മുടെ വീട്ടിൽ ലൈക്ക് പെറ്റ്സ് ഉള്ളതുകൊണ്ടും നമ്മൾ ഈ പ്ലെയിൻ കളർ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടുന്നതുകൊണ്ടും പിന്നൊക്കെ കണ്ടോ, ഇതിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി, കംപ്ലീറ്റ്ലി ഇതിൽ ഒട്ടിപ്പിടിച്ചോളും. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. പെറ്റ്സ് ഒക്കെ ഉള്ളവരെ മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇത് എപ്പോഴും എന്റെ ബാഗിൽ ഉണ്ടാവും. ഭയങ്കര അടിപൊളിയാ. ഞാൻ ഉപയോഗിച്ച് ഇതിന്റെ അവസ്ഥ കണ്ടു ഗൈസ്, കാണാനുണ്ടോ ഗൈസ്? അപ്പോ അതങ്ങനെ ഒരു സംഗതി. പിന്നെന്താ ഒരു നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പെർഫ്യൂം ഉണ്ട്. പിന്നെ ഇത് ലൈക്ക് എന്റെ എന്താ പറയാ ആധാർ കാർഡ്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കണ്ടോ. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ യെസ്, ഇത് ലൈക്ക് എത്ര ആൾക്കാർക്ക് അറിയുന്ന എനിക്കറിയില്ല. ഇത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ബിക്കോസ് ഇത് സ്വെറ്റ് പാഡ് ആണ്. അതായത് ഇപ്പം നമ്മളൊക്കെ ലൈക്ക് ഇൻ ഫ്രണ്ട് ഓഫ് പബ്ലിക് എല്ലാം പോകുന്നതുകൊണ്ട് ഇപ്പം നിങ്ങളാണെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്വെറ്റ് ഇവിടെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേർപ്പിന്റെ പാടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇത് ജസ്റ്റ് ഒരു സ്റ്റിക്കറാണ്. ഇതും ബ്രാൻഡ് പ്രൊമോഷൻ അല്ല. ഈ ഒരു സ്റ്റിക്കർ അത് കണ്ടോ, ഇത് ജസ്റ്റ് എടുക്കുക, നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക, നമ്മുടെ അണ്ടർആംസിൽ വെറുതെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് അവിടെ ഇരുന്നോളും. ഡ്രസ്സിൽ ഒരു തരി പോലും സ്വെറ്റ് ആവില്ല കേട്ടോ. ഞാൻ സ്വെറ്റ് അല്ല പൊതുവേ, പക്ഷെ എനിക്കതൊരു കോൺഫിഡൻസ് ആണ്. സ്വെറ്റ് പാഡ് എപ്പോൾ വെക്കുക എന്ന് പറഞ്ഞാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത്, ഇതൊരു സഞ്ചരിക്കുന്ന കാരവൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇത് കണ്ടോ, എന്തൊക്കെ വേണം. കെറ്റില് വണ്ടിയുടെ ഡിക്കിയിലുണ്ട്, പില്ലോ വണ്ടിയുടെ ഡിക്കിയിലുണ്ട്, ബ്ലാങ്കറ്റും ഉണ്ട്. ഇത് കാപ്പിപ്പൊടിയാണ് ഗൈസ്. ഇതും ബ്രാൻഡ് പ്രൊമോഷൻ അല്ല. ഇത് കാപ്പിപ്പൊടി മാത്രമല്ല, ഇൻസ്റ്റന്റ് ക്യാപ്പുച്ചീനോ ആണ്. അതായത് പാലും പഞ്ചാരയും എല്ലാം ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. ജസ്റ്റ് ചൂടുവെള്ളം എടുക്കുക, ഇതൊന്ന് ഡക്കർ എന്ന് പറഞ്ഞ് പൊട്ടിക്കുക, അതിലിടുക, കലക്കുക, കുടിക്കുക. ബട്ട്
കാപ്പി ആരോഗ്യത്തിന് നല്ലതാണല്ലോ, വേറെ ഒന്നുമല്ലല്ലോ കുടിക്കണേ. ഇത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനും ടെൻഷനും ഇല്ലാത്ത ആൾക്കാർ ആരുണ്ട്? എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഗൈസ്. ഇതൊക്കെ എങ്ങനെ ഞാൻ കാണിക്കുന്ന എനിക്കറിയില്ല. ഇത് എൻ്റെ മൈൻഡ് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു സാൻഡാണ് കണ്ടോ. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ടെൻഷനൊക്കെ വന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ നമുക്കത് നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂട്ടോ. അത് ഫുൾ ടൈം എൻ്റെ ബാഗിലുണ്ടായിരിക്കും. പിന്നെ എൻ്റെ ഒരു ലക്കി ചാമ്പനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ഞാൻ ഒരാളെ കാണിച്ചു തന്നില്ലേ, ഒരു പേരിടണമല്ലോ അതിന്. എന്താ പേരിടണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ചധികം നാളായി, പക്ഷെ ഇതാരെ തന്നെന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത്, പറയാൻ പറ്റില്ല, കൊല്ലും. ഇനി അടുത്തത് എൻ്റെ കുറച്ച് സൗന്ദര്യ സംരക്ഷണ ഐറ്റംസ് ആണ്. ബ്ലഷ് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പൊ ഇന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം, നല്ലോണം മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇനോഗ്രേഷന് പോയി വന്നതാ. എൻ്റെ റിയൽ ലൈഫിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ബ്ലഷ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം ബ്ലഷ് ആണ്. പിന്നെ ലിപ്സ്റ്റിക്. ഇത്രയും ബ്ലഷ് ഉണ്ട് ഗൈസ്, ഇത്രയും ബ്ലഷ്. നിങ്ങൾ ആലോചിക്കണം, ഇതൊരു കാഭാഗം പോലെ ഈ ബാഗിന്റെ ആയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് ഇത് ഞാൻ ലണ്ടനിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് ഭയങ്കര ലക്കി ചാം ആണെന്നാണ് പൊതുവെ പറയണേ. ഇത് ഗാർഡിയൻ ഏഞ്ചൽ ആണ്. കണ്ടോ, നമ്മളിങ്ങനെ നോക്കിയെടുക്കണം. The 2nd of September is a very special day. ഈ ഗാർഡിയൻ ഏഞ്ചൽ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാനുണ്ടോ? ഈ ഗാർഡിയൻ ഏഞ്ചൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഐശ്വര്യമായിരിക്കും എന്നാ പറയാ. സോ ഞാനത് ഹാൻഡ് ബാഗിൽ ക്യാരി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ UK ലണ്ടനിൽ നിന്ന് മേടിച്ചത്. അപ്പൊ ഇപ്പോഴും ഞാൻ ബാഗിൽ ഇട്ടേക്കും, ഐശ്വര്യം വന്നട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കാണിക്കണ്ടല്ലോ. 10, 20, 50 ഇത് നമ്മുടെ നിസ്കി വെച്ചിട്ടുള്ള ചേഞ്ചുകളാണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പിന്നെ അതായത് എല്ലാവരും പാഡ്സ് ആയിരിക്കും, സാനിറ്ററി പാഡ്സ് ആയിരിക്കും ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ ക്യാരി ചെയ്യുന്നത് ടാംപോൺ ആണ്. ടാംപോൺ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരുവിധം എല്ലാവർക്കും അറിയാം, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ തിങ്. സാനിറ്ററി പാഡൊക്കെ മാറി ഇപ്പൊ നമ്മുടെ കംഫർട്ടിന്റെ കൂടുതലായിട്ടും ടാംപോൺസ് യൂസ് ചെയ്യുന്നവരായിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സംഗതി. നമ്മൾ പാഡിന് പകരം ഇത് നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യും. അങ്ങനെയാണ്. എൻഡില് കുറച്ച് ലൈക്ക് ഒരു ത്രെഡും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ലൈക്ക് യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യേണ്ട സമയമാകുമ്പോൾ ജസ്റ്റ് ആ ത്രെഡ് വലിച്ച് ഇത് കംപ്ലീറ്റ്ലി ഇത് പോരും. അങ്ങനെയാണത്. ഇതാവുമ്പോൾ നമുക്ക് ലൈക്ക് പാഡ് ഇരിക്കുന്നു എന്നുള്ളൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവില്ല. ഡാൻസ് ചെയ്യാനും എല്ലാ കാര്യത്തിനും സുഖമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് പോവാം. സോ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് എനിക്ക് ടാംപോൺ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചിലർക്ക് ഇത് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. ഇനി ലൈക്ക് ഇതുവരെ ഉപയോഗിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ എന്റെ കയ്യിൽ എപ്പോഴും പാഡിന് പകരം ഇതുണ്ടായിരിക്കും. പല ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ്. ഇത് ബ്രാൻഡ് പ്രൊമോഷൻ അല്ല. ഇനി അടുത്തത് ലൈക്ക് അടുത്തൊരു ഇതൊക്കെ ക്യൂട്ട്നെസ് കണ്ടിട്ട് ഞാൻ മേടിച്ചതാവുമ്പോ കൊണ്ടുപോകാനും ഭയങ്കര ഈസി അല്ലേ. ഭയങ്കര രസമായിട്ടുള്ള അടുത്തൊരു പെർഫ്യൂമാണ്. പിന്നെ ഒട്ടിപ്പ കണ്ട, ഇത് ഐലാഷസ്. ഭയങ്കര ഭംഗിയായിരിക്കും നമ്മുടെ ഫീച്ചേഴ്സിനൊക്കെ. ഇത് എപ്പോഴും എന്റെ ബാഗിൽ ഒരെണ്ണം കിടക്കും. ലൈക്ക് സപ്പോസ് ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ സഞ്ചരിക്കുന്ന ഒരു ഒരു മെഡിക്കൽ ഷോപ്പും കൂടിയാണ്. ഇതുണ്ട്, അതുപോലെ തന്നെ ഡോളോ ഉണ്ട്. പിന്നെ തൊണ്ടയിൽ കിച്ച് വന്നാൽ സ്ട്രപ്സിൽസ് ഉണ്ട്. പിന്നെ ഇത് പുതിയൊരു ഐറ്റം ആണ്. ഇത് നിങ്ങൾ എത്ര പേര് മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് 2 in 1 ആണ് കേട്ടോ, വിക്സിന്റെ. ഇതും ബ്രാൻഡ് പ്രൊമോഷൻ അല്ല. നമുക്ക് ഇതിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ വലിക്കാം. ഇനി തലവേദന കൂടുതലാണെങ്കിൽ നമുക്കിതാ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് വളരെയധികം സജീവമാണ് ഗൈസ്. ഇത് കണ്ടോ, താഴെ നമുക്ക് റോളോണാണ്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നെറ്റിയിൽ പുരട്ടാം. നെറ്റിയിൽ പുരട്ടിയിട്ട് വിക്സ് തേച്ചിട്ട് തലവേദന മാറിയില്ലോ. എന്തൊരു ചളിയാണല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. അടുത്തത് ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്യണം. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് മാസ്കുകൾ ഉണ്ട്. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ദ ക്ലൈമറ്റിക് കണ്ടീഷൻ ഓവർ ഹിയർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് കണ്ടോ, അടിപൊളി സാധനം. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് സാധാരണ പോലെ ഫാനിന്റെ ഒരു കാറ്റല്ല, ഒരു ചെറിയൊരു എയർ കൂളർ എഫക്റ്റാ. ഭയങ്കര രസാട്ടോ, ഭയങ്കര സുഖ. ഇത് എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോയാൽ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവോ? ശിവ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ. മേക്കപ്പിനെ പിടിച്ചു നിർത്താം, പൂവല്ലേ ഒലിക്കല്ലേ എന്ന് പറയാൻ. അടുത്തത്, അയ്യോ ഇത് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ എന്റെ കൺപീലേക്ക് ഇപ്പൊ പറഞ്ഞു. ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഗൈസ്. അപ്പൊ ഇത് കഴിഞ്ഞു. അടുത്തത് ഒരു കോമ്പുണ്ട്. ഇത്
ഇത് എനിക്ക് ഒരാളെ ഗിഫ്റ്റ് തന്നതാ. നിങ്ങളെ പേര് ചോദിക്കല്ല കേട്ടാ, ലാസ്റ്റ് എല്ലാവരും കൂടെ വന്ന് പ്രശ്നമാക്കുമ്പോ ഒരു മിറർ. അയ്യോ, എടുക്കുന്ന ആളെ കണ്ടോ? എടുക്കുന്ന സുന്ദരനെ കണ്ടതാ. ഇങ്ങനെ നോക്കുക. ആഹാ, വെരി ബ്യൂട്ടിഫുൾ. അതിനേക്കാൾ ഭംഗി ഇതിന്റെ ഔട്ട്സൈഡ് ആണ്. കണ്ടോ? ക്യാമറയിൽ കാണുന്നുണ്ടോ? എന്തൊരു ഭംഗിയാ നോക്കൂ. വെരി ബ്യൂട്ടിഫുൾ അല്ലേ? ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. പിന്നെ ടിഷ്യൂ പേപ്പർ, ടിഷ്യൂ ബോക്സ്, പിന്നെ യൂണിവേഴ്സൽ പ്ലഗ്. ഇത് ലൈക്ക് ഏത് കൺട്രിയിൽ പോയാലും നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ തരത്തിലുള്ള പ്ലഗ് ഉള്ള ഒരു സംഗതിയാണ്. യൂണിവേഴ്സൽ പ്ലഗ് എല്ലാവരുടെ കയ്യിലുള്ളത് ആക്ച്വലി നല്ലതാ. കാരണം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ പെട്ടുപോയി ഗൈസ്, എന്റെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട്. അന്ന് എനിക്ക് അത്ര വിവരം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ മേടിച്ചതാണ് ഈ സംഗതി, യൂണിവേഴ്സൽ പ്ലഗ്. പിന്നെ ബാറ്ററി ബാങ്ക്, ഇത് ഞാൻ കാണിക്കില്ല, ഇത് കാണിക്കണോ ഗൈസ്? ഒരു അബദ്ധം പറ്റിപ്പോയി, എന്നെ കളിയാക്കരുത്. എനിക്ക് നേരെ കയറാനും ട്രോളി കയറാനും വയ്യ. പക്ഷെ ഇതിനിപ്പോ എന്തായാലും കാണിക്കണ്ട. ആദ്യം പഞ്ചഡയലോഗ് അടിച്ചില്ലേ ഗൈസ്? ഇത് കുട്ടിയുടെ ഫുഡല്ല, ഇത് പട്ടിയുടെ ഫുഡാണ്. എന്റെ പട്ടിക്കുട്ടികൾ എന്ന് പറയുന്നത് എന്റെ ക്ലോസ് ആണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ പുറത്തു പോയിട്ടുണ്ടായി. അപ്പം ലൈക്ക് നമ്മൾ അവർക്കുള്ള വെള്ളവും, നമ്മളെപ്പോൾ തന്നെയാണല്ലോ, അവർക്കുള്ള വെള്ളവും ഫുഡും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ നമ്മള് ലൈക്ക് ഈസിലി പുറത്തൊക്കെ പോകുമ്പോ ക്യാരി ചെയ്യുന്ന സംഗതിയാണ്. പാക്കറ്റ് ഫുഡാണ് കേട്ടോ. യോ ചക്കര മണി ഇച്ചനെ കണ്ട. അപ്പൊ നമ്മളെ പോലെ തന്നെ അവർക്ക് ഒരു ദിവസം ചിക്കൻ ബിരിയാണി കിട്ടുന്ന പോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ ചില്ലി ചിക്കനും പൊറോട്ടയും കഴിക്കുന്ന പോലെയാണ് അവർക്ക് ഈ ഗ്രേവി ഫുഡ് എന്ന് പറഞ്ഞത്. ഇത് അവരുടെ ഫുഡാണ്. അതെന്റെ ബാഗിൽ പെട്ടുപോയി, അതുകൊണ്ട് കാണിച്ചതാ. പിന്നെന്താ, പിന്നെ എന്റെ ചാർജർ, പിന്നെ പവർ ബാങ്ക്. അമൃതാഞ്ജന അല്ലല്ലോ, ഇതെന്തായിരുന്നു? ടൈഗർ ബാം. പിന്നെ എയർപോർട്ടിന്റെ ബോക്സോട് കൂടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതടുത്തത് ലൈക്ക് എന്താ പറയുക, ഇതും ഒരുവിധം ആൾക്കാർക്ക് അറിയായിരിക്കും. ഇതെന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇടുകയല്ലേ, ഭയങ്കര സീ ത്രൂ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ലൈക്ക് ചിലരുടെയൊക്കെ ബീങ് എ ഗേൾ അല്ലെങ്കിൽ ലേഡി, അതൊക്കെ എന്താ പറയാ, ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ചിലപ്പോൾ നിപ്പിളൊക്കെ കുറച്ച് വിസിബിൾ ആയി എന്നിരിക്കും. അപ്പോൾ അതിന് പിന്നാലെ കുറേ പേര് വരികയും ചെയ്യും പൊങ്കാലിടാനായിട്ട്. ബട്ട് ബിഫോർ ദാറ്റ് നമ്മളൊന്ന് കെയർഫുൾ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നമ്മൾ മാക്സിമം ഒന്ന് നമ്മുടെ ഔട്ട്ഫിറ്റിൽ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പൊ നാളെയോ മറ്റന്നാളോ ഇനിയിപ്പം എങ്ങനെയായിരിക്കും എന്റേന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു ക്ലിപ്പും വെച്ചിട്ട് ലൈക്ക് ആൾക്കാർ കളിയാക്കി കൂടാന്നൊന്നുമില്ല. ബട്ട് എപ്പോഴും മാക്സിമം നമ്മുടെ ഔട്ട്ഫിറ്റ് നമ്മൾ ശ്രദ്ധിക്കുക, ലൈക്ക് ബുദ്ധിമുട്ടുകളും വൃത്തികേടുകളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ലൈക്ക് ഞാൻ ഇപ്പൊ നേരത്തെ സ്വെറ്റ് പാഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ഇതാണ് നിപ്പിൾ സ്റ്റിക്കർ എന്ന് പറയണത്. ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് നമുക്ക് യൂസ് ചെയ്യാം, യൂസ് ആൻഡ് ത്രോ പോലെയാ. ഇത് കണ്ടോ, ഇതാ നിപ്പിൾ ഇൻവിസിബിൾ പാച്ച് എന്ന് പറയാം. പല ഷേപ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇത് പലർക്കും ആവശ്യമുള്ളൊരു ഇൻഫോർമേഷൻ ആയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുക. എനിക്ക് തോന്നുന്നു 5 വർഷം മുമ്പ് ഗേൾസ് മസ്റ്റ് ഹാവ് അല്ലെങ്കിൽ ലേഡീസ് മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട്, ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നിപ്പിൾ പൊസിഷനിൽ നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. ഒരു നിഴലടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇതെനിക്കിനി വീണ്ടും യൂസ് ചെയ്യാം. ഞാനത് അതേപടി ഒട്ടിച്ച് വെക്കട്ടെ, ഇല്ലെങ്കിൽ ഒരു നിപ്പിൾ പാട്ട് പോകില്ലേ. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. നിങ്ങളത് വീണ്ടും ഉപയോഗിക്കരുത്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ലൈക്ക് ഒരുപാട് നിപ്പിൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും ഇതിൽ കണ്ടോ. നമുക്കൊരു 1 month ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ എല്ലാ ഡ്രസ്സിനും നമുക്കിത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ഡ്രസ്സ് അനുസരിച്ച് ഇപ്പം ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഞാനിത് വെയർ ചെയ്തിട്ടുണ്ട്, കാരണം അത് മാൻഡേറ്ററി അത്രയും പ്ലെയിൻ ആയതുകൊണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നിപ്പിൾ സ്റ്റിക്കർ. നിങ്ങൾ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ, 85 rupees ഉള്ളൂ. പല ബ്രാൻഡ്സിന്റെ അവൈലബിൾ ആണ്. അപ്പം എനിക്ക് ഇതാണ് ഇപ്പം കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കണം. ഞാൻ മാറി മാറി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ തീരാറായിട്ട് ഓൾമോസ്റ്റ് പൊട്ട്, കാരണം ഇതും അതെ, എനിക്ക് എല്ലാ കളേഴ്സ് പൊട്ട്. നമ്മൾ എപ്പോഴും ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ കയ്യിൽ ഇത് എടുത്ത് വച്ചേക്കും. അങ്ങനെ പിന്നെന്താ, പിന്നെന്താ വീണ്ടും ഒരു മാസ്ക്, പിന്നെന്താ 2 ബാൻഡ്സ്, പിന്നെ എൻ്റെ ഒരു ഗ്ലാസ്. നീ അല്പന അർദ്ധരാത്രി ആ കുടയും കൂടെ പിടിച്ചങ്ങോട്ട് കാണിച്ചു തന്നേക്കാം. LVയുടെ ഗ്ലാസ് ആണേ. അയ്യോ കണ്ടോ, ബാഗിന്റെ വെയിറ്റ് ഒക്കെ പോയപ്പോ കണ്ടോ, ബാഗിലൊന്നുമില്ല. നോക്കൂ, ഈ ഇരിക്കുന്ന ചില്ലറ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചില്ലറ പൈസ ഈ സൈഡ് മാത്രമേ ഉള്ളൂ. ബാഗിന്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ക്ലോസ് ജസ്റ്റ് വരാം. ഞാൻ സത്യാവസ്ഥയാണ് കാണിക്കണേ എന്നുള്ളത്. കണ്ടോ അത്ര മതി. എല്ലാ സംഗതിയും ഞാൻ എന്താ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതോടുകൂടി
ഇന്നത്തെ ഈ ഒരു നാടകം. ഈ സൈഡ് ഞാൻ പറഞ്ഞ ആ ഒരു കാശാണ്, ബാക്കി കംപ്ലീറ്റ്ലി ഞാൻ ലോഡ് ഇറക്കി ഗൈസ്. അപ്പൊ അത്രേ പറയാനുള്ളൂ. ഇന്നത്തെ എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത്രയും സാധനങ്ങളായിരുന്നു എന്റെ ബാഗിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് കമന്റ് ഇടുക. ഒപ്പം പൊങ്കാല ഇടരുത് എന്നുള്ള റിക്വസ്റ്റും കൂടെ ഉണ്ട്. സോ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എന്നുള്ളത്, വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എന്നുള്ളത് സത്യസന്ധമായിട്ട് ഞാൻ കാണിച്ചു ഗൈസ്. സത്യസന്ധതയിൽ മുങ്ങിപ്പോയി ഗൈസ്. ഒരു പാൻറ്റും കൂടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇട്ടിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ ഈ ദൈവത്തിന്റെ ഒരു ഫോട്ടോ കാണിക്കാൻ മറന്നുപോയി. കണ്ടോ, ദൈവത്തിന്റെ ഒരു ഫോട്ടോ കൂടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അനുഗ്രഹിക്കണേ. ഓക്കെ, പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു വാരിയിടാൻ ഭയങ്കര രസമാണ്. ഇനി തിരിച്ചെടുത്ത് വെക്കാൻ നിങ്ങളും കൂടെ തിരിച്ചെടുത്ത് വെക്കാൻ സഹായിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോഴേ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ. ഡ്രസ്സ് മാറട്ടെ, കുളിക്കട്ടെ. ഓക്കെ, ബൈ.